ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നേ വന്നിട്ടുള്ളത് വെറൈറ്റി ചിക്കൻ ഗ്രേവി റെസിപ്പി ആയിട്ടാണ്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടുള്ള ചിക്കൻ ഗ്രേവി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. നന്നാക്കി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടറിന് പകരം നെയ്യോ അതുപോലെ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ കഴിയുന്നത് ഒഴിവാക്കുക. ഈ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ കംപ്ലീറ്റ് കുക്കാവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിൽ ചിക്കൻ ഒന്നുകൂടെ കുക്കാവും. അപ്പോൾ ഇവിടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലി, 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഏലക്ക, 3 ഗ്രാമ്പു, പിന്നെ 1 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നാക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇത് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി സെയിം പാനിലേക്ക് തന്നെ 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സവാള നന്നാക്കി ചോപ്പ് ചെയ്തതാണ്. ഇതും കൂടിയിട്ട് നന്നാക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി, പൊടിക്കാത്ത ചെറിയ ജീരകമാണ്, ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 റെഡ് ചില്ലി അതുകൂടെ പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നാക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാനുള്ള ഒരു ടിപ്പും കൂടിയാണല്ലോ ഉപ്പ് ചേർക്കുന്നത്. ഇനി നന്നാക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വലിയുള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നാക്കി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായി പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 തക്കാളി മിക്സിയിലിട്ട് നന്നാക്കി അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതിൻ്റെ എണ്ണ തെളിയുന്നത് വരെ നന്നാക്കി തിക്കാക്കിയെടുക്കാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നാക്കി മിക്സാക്കി എടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാനായിട്ട്. നന്നാക്കി നമ്മുടെ ഗ്രേവി ചിക്കന്മേൽ പിടിക്കുന്നത് വരെ നന്നാക്കി ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നാക്കി ഇളക്കി കൊടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ മസാലയ്ക്ക് എല്ലാം അടുത്തെത്തുന്നത് വരെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാ മസാല പൗഡറും നന്നാക്കി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർക്കണം. പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുളിയില്ലാത്ത തൈര് എടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലായിടത്തും മിക്സ് ആകുന്നത് വരെ നന്നാക്കി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് 5 to 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്ക് ഗ്രേവി ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ചിക്കൻ ഗ്രേവിയാണിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതിൻ്റെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടിയും പ്രസ് ചെയ്യണം കേട്ടോ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടിയും പ്രസ് ചെയ്താലേ ഞാനിടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.